എൻ്റെ വീട് എറണാകുളം മാലിയങ്കര എന്ന് പറയും. അതല്ലേ ചേട്ടാ എന്ത് ചെയ്യാൻ പറ്റാ കഷ്ടം. ചേട്ടാ ഞാനപ്പേ ഞാൻ പെണ്ണുങ്ങളെ ഫ്ലാറ്റിലേക്ക് വിളിച്ചതൊക്കെ പറഞ്ഞു. ഞാൻ ആരെയും പുറത്ത് മീറ്റ് ചെയ്യുമ്പോ അറിയില്ല, മനസ്സിലായോ? പുറത്തിരുന്ന് ആട് സംസാരിക്കല്ലേ, എന്നെ എല്ലാവരും ഫ്ലാറ്റിലേക്ക് വരട്ടെ, മനസ്സിലായോ? മനസ്സിലായി ചേട്ടാ. ഞാൻ അപ്പം ചേട്ടൻ്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ട് ഓൾറെഡി. അപ്പം ചേട്ടനോട് ചോദിക്കാണ്ട് ഞാൻ അതിനകത്ത് വീഡിയോസ് ഇടുന്ന ശരിയല്ലല്ലോ. എനിക്ക് ഞാൻ ആരെയും പബ്ലിക്കിൽ പോയിട്ട് ഞാൻ ഒരു പബ്ലിക് ഇവരോട് സംസാരിച്ച എങ്ങനെയുണ്ടോ ആരോടായാലും മനസ്സിലായി പറഞ്ഞേ. അതെ മനസ്സിലായി ചേട്ടാ. ഫോട്ടോസ് ആൾക്കാരൊക്കെ എടുത്ത് അത് വിട്ടു, അതേ വലിയ പ്രശ്നമാവും അല്ലേ? അല്ല ചേട്ടാ, അതില്ലേ ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ഇപ്പോൾ സിജോ ചേട്ടനും സായി ചേട്ടനും വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് അവരുടെ ചാനലിൽ. അപ്പം അതിനകത്ത് അവർ എന്താണ് കുറേ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. ചേട്ടൻ എന്താണ് ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസിൽ കയറ്റിത്തരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ സീസൺ 6 വിന്നറായതിൻ്റെ പേരിൽ 3 പേര് എനിക്ക് ബിഗ് ബോസിലേക്ക് എന്താണ് ആഡ് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെയുള്ള ഇതിലൊക്കെ. അപ്പം അതിനെപ്പറ്റി എന്താ ചേട്ടൻ പറയണേ? അവര് തന്നെയാ പറയണത് എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഇങ്ങനെ 3 പേരെ കയറ്റാൻ പറ്റില്ലേ, വിന്നറില്ലെന്ന് അവര് തന്നെ എന്നോട് പറയണത്, ഞാനിട്ടില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഒരു ടോക്ക് എനിക്കാണെങ്കിൽ 3 സീസണായിട്ട് എനിക്കിതിൻ്റെ എല്ലാ സംഭവങ്ങളും അറിയാം. അപ്പം ഇങ്ങനൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല, ഈ വിന്നേഴ്സിന് 3 പേരെ കയറ്റാൻ പറ്റുമെന്നുള്ള പരിപാടി. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടപ്പോ അവര് തന്നെ എന്നോട് നേരത്തെ പറയണെന്ന്, ജിൻഡോ നിനക്ക് 3 പേരെ കേട്ടാലോ, നിനക്ക് 3 പേരെ കേട്ടാലോ. അവര് തന്നെ അവരുടെ ഈ സിജോം സായി തന്നെ എന്നോട് പറയാറുണ്ടെന്ന് പണ്ടേ മുതല്. മനസ്സിലായോ ഇവർക്ക്? മനസ്സിലായി. അവര് മാത്രം എന്റെ PR പുള്ളിക്കാരൻ പറയാറുണ്ട്, ജിൻഡോ നിനക്ക് 3 പേരെ കേട്ടാൻ പറ്റുള്ളൂ, അങ്ങനെ മനസ്സിലായോ? അപ്പൊ ഇവര് എടുത്ത് ഒത്തു കളിക്കാനാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടാ, മനസ്സിലായി പറഞ്ഞേ? മനസ്സിലായി. ഇതിപ്പോ പിന്നെ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. പറയണില്ലേ, അതായത് ഞാൻ 5 ലക്ഷം രൂപ 20 ലക്ഷം രൂപ കൊടുത്ത് മറ്റേ PR-ന് പൈസ കൊടുത്തു, അതല്ല അവർക്ക് തുടങ്ങണത്. അതിനുള്ള തെളിവുണ്ട്, അതിനുള്ള പ്രൂഫ് ഉണ്ട്, ഞാൻ കൊടുത്ത പ്രൂഫ് ഉണ്ട്. അത് ഇവരോടൊന്ന് വിടാൻ പറഞ്ഞ ഇതെനിക്ക് ചേട്ടാ അതില്ലേ കാരണം അങ്ങനൊന്നും ഇല്ല ചേട്ടാ, അതില്ലേ ചേട്ടന് ഇതൊരു സോഷ്യൽ ചേട്ടന് ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒന്നൊരു വീഡിയോന്റെ രൂപത്തിൽ ചെയ്യണമായിരിക്കുള്ള ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ ഇതിപ്പോ ചേട്ടന്റെ പേരിൽ കുറേ ബാഡായിട്ട് അവരുടെയൊക്കെ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു, അതിന്റെ അടിയിൽ കുറേ ബാഡായിട്ട് കുറേ പേര് ചേട്ടനെ പറ്റി പലതും എഴുതിയിടുന്നുണ്ട്. അതിന്റെ അടിയിൽ അവർക്കെതിരല്ലേ കൂടുതൽ കമന്റ് നോക്കിയത്. ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ചേട്ടന് ഇതിനെപ്പറ്റി എന്താണ് ഒന്നും മിണ്ടണമില്ല. അതുപോലെ തന്നെ ഇവർ കുറേ വോയിസ് ക്ലിപ്പുകൾ ഇങ്ങനെ എടുത്ത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വോയിസ് ക്ലിപ്പ് ആരുടെയാണ് എന്നുള്ള സംഭവത്തില്ല, പക്ഷേ ഇതിനകത്ത് കുറേ വോയിസ് ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ എല്ലാവരും ഇങ്ങനെ വിചാരിക്കുകയാണ് ചേട്ടൻ ഇതിനകത്ത് ഇങ്ങനെ ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, അതിനകത്ത് ഞാൻ സംസാരിക്കണം, ഇവർക്കെതിരെ സംസാരിക്കണം, അല്ലെങ്കിൽ ഇവരെ ഈ പെണ്ണോട് ആർക്കും സംസാരിക്കണം വോയിസ് ഉണ്ടോ നോക്കിയാ? ഇല്ല, അതൊന്നുമില്ല. മനസ്സിലായോ നിനക്ക്? അങ്ങനെയാണെങ്കിൽ അതല്ല ആദ്യം വിടുക അവര്. അതെ, സത്യം അതാണ് ആദ്യം വിടുക. നിനക്ക് മനസ്സിലായോ പറഞ്ഞ? മനസ്സിലായോ? അതെ. പിന്നെ ഇവർക്ക് പരിചയം, നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും പെൺപിള്ളേരോട് നമുക്ക് അങ്ങനെ ഒരു സാധനം വിട്ടേന്ന് പറഞ്ഞ വിടില്ലേ? അതെ. മനസ്സിലായോ പറഞ്ഞ? അതെ, അതിനകത്ത് ചേട്ടന്റെ വോയിസ് ക്ലിപ്പോ ഒന്നുമില്ല. ഈ ഒരു എനിക്ക് എങ്ങനെ ഇതിനകത്തുള്ള സത്യാവസ്ഥ മനസ്സിലായില്ല എനിക്ക്. എന്ന് വെച്ചാൽ കുറേ വീഡിയോസ് സിജോ ചേട്ടനും സായി ചേട്ടനും യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. ചേട്ടൻ ഫ്ലാറ്റിലേക്ക് വിളിക്കുന്നു, ഹോട്ടലിലേക്ക് വിളിക്കുന്നു, എന്നാണ് ഇതുപോലെ ഇപ്പൊ സായി പറഞ്ഞോ മറ്റേ അവൻ ഇത് ചെയ്തിട്ട് അവൻ കാല് പിടിച്ച് ഞാൻ കാല് പിടിച്ച് സിജോന്റെ കാല് പിടിച്ച് സായിയുടെ കാല് പിടിച്ച് എന്നിട്ട് ഞാൻ മിണ്ടായിന്ന് പറഞ്ഞില്ലേ? അതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ മറ്റേ എന്താ പേര് PR-ഉം കൂടിയിട്ട് അവനും ഇവനും കൂടി കോൺഫറൻസ് ഇട്ട് എന്നോട് സംസാരിച്ച് അവരാണ് ഇത് കോംപ്രമൈസ് ചെയ്യാൻ വന്ന എന്റെ അടുത്ത്. മനസ്സിലായോ പറഞ്ഞേ? ഞാനല്ല മനസ്സിലായോ? എന്നിട്ട് എന്നോട് ഇനി മുതൽ കഴിയുന്നില്ല എന്ന് എന്നോട് ഇങ്ങനെ അവിടുത്തെ പോലീസ് ഓഫീസർമാരില്ലേ, ഓഫീസർമാര് അന്ന് റിട്ടേൺ ആയിട്ട് കംപ്ലൈന്റ് തന്നേരെ ഇനി അവന് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ വിളിക്കാം എന്നോട് ഇങ്ങോട്ട് പറയണതാ. ഞാൻ പറയും ഞാൻ ഒരാളെയും ഉപയോഗിക്കുന്ന ആളല്ല, എനിക്ക് എന്റെ ആവശ്യമില്ല സാറേ എന്ന് പറഞ്ഞ.
നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കും. അത് ഞാൻ പറഞ്ഞത്. എനിക്ക് അതൊക്കെ ഞാൻ സായിയോട് പറഞ്ഞു. മനസ്സിലായോ? സായി എനിക്കൊരു കൊടുക്കണം, നീ കൊടുക്കാറുണ്ട്, ഞാൻ കൊടുത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ വിളിപ്പിക്കും. അപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? അതെ അതെ. അതുപോലെ ഇവരുടെ പ്രശ്നം എന്താ, ഇവരുടെ ചാനലിന് റീച്ച് കിട്ടണം ഇവർക്ക്. അതെ അത് എനിക്കും അത് അങ്ങനെ ഫീൽ ചെയ്തു. കാരണം ചേട്ടന്റെ ബന്ധപ്പെട്ടുള്ള ഒന്നും അവരിറക്കുന്നില്ല, ഇതുപോലുള്ള വോയിസ് ക്ലിപ്പുകൾ മാത്രം വന്ന സമയത്ത് എനിക്കത് ഫീൽ ചെയ്തു. എന്റെ കണ്ടന്റ് വെച്ചിട്ട് ഇങ്ങനെ ഇട്ടുണ്ടെങ്കിൽ അവരുടെ ചാനൽ റീച്ച് പോകുന്ന അവർക്കറിയാം. അപ്പൊ ആ സാധനം വെച്ചിട്ട് അവരിങ്ങനെ കളിക്കും. മനസ്സിലായോ? അതെ അതെ. എനിക്ക് ഇതൊക്കെ കണ്ട സമയത്ത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ചെയ്യണതിൻ്റെ പേരിൽ ഇപ്പം അന്ന് ചേട്ടൻ എന്താണ് ഹാപ്പി ബർത്ത്ഡേ സമയത്ത് ഞാൻ കുറേ വീഡിയോസ് ചേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അതെ എനിക്കിപ്പോൾ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എന്താണ് ഇതിനെപ്പറ്റി ഉള്ള അഭിപ്രായം. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോസും ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ചേട്ടൻ എനിക്ക് പേഴ്സണലി അറിയുന്ന ആളെന്നുള്ള രീതിയിൽ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാണ്ട് ഞാനൊരു വീഡിയോ ഇടുന്നത് ശരിയല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇപ്പോൾ വിളിച്ച് ചോദിച്ചത്. പിന്നെ അതുപോലെ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ സിജോന്റെ വെച്ചാ ഞാനിപ്പോ ഈ പറഞ്ഞില്ലേ, ഇവനാണ് ആദ്യം കയറി മറ്റേ സായിനെ കുറിച്ച് പറഞ്ഞപ്പോ, ഞാൻ സായിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇവൻ കയറി വീഡിയോ ചെയ്തു. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതെന്ന് പറയുമ്പോൾ വീഡിയോ ചെയ്തു. ഓർക്കണ്ടോ? ഇവനാണ് ചെയ്തേ. അത് പിന്നെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, നിനക്ക് എന്തെങ്കിലും പറഞ്ഞൂടെ? ഞാൻ ഒഴിവായി പോയതാ. പിന്നെ നമ്മുടെ പൂജ നടന്നില്ലേ, എന്റെ പടത്തിന്റെ പൂജ നടന്ന സമയത്ത് ചാനലാർ എന്നെ വിടണ്ടേ? മനസ്സിലായോ? എന്താ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞു ഞാൻ എനിക്കൊന്നും പറയാനില്ല, അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അതായത് അത് ഞാൻ പറഞ്ഞ സത്യമാണ്. അതായത് ബിഗ് ബോസിന് മുമ്പും പിമ്പും ബിഗ് ബോസ് കഴിഞ്ഞിട്ടും എന്നോട് വേറെ ഒരുത്തൻ ആലപ്പുഴ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ ശത്രുവിടെ വന്നിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ സിജോ. ഞാൻ പറഞ്ഞ എന്റെ ശത്രു അല്ല, ഞങ്ങള് അവിടെ നിന്നുള്ള ഇതൊക്കെ തീർന്നു. അല്ല ഒരിങ്ങനെ ഗ്യാങ് ആയിട്ട് പെൺപിള്ളേരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. റൂമുകൾ കുറെ എടുത്തിട്ടുണ്ട്, നമുക്കിവിടെ വേണമെങ്കിൽ ഇവിടെ ഇടാം. ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ പൊന്നേട്ടാ അവർക്കൊക്കെ ഫാമിലി ഉള്ളതാ. നമുക്കൊരു ഫാമിലി പോയിട്ടുള്ള കാര്യം എന്താണെന്നുള്ള വിഷമം എന്താണെന്ന് നമുക്കറിയാം. അതിനൊന്നും നിക്കണ്ട. മനസ്സിലായോ? നമ്മൾ അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, എനിക്ക് അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പിന്നെ അത് വിട്ട്. മനസ്സിലായോ? അപ്പൊ ആ സമയത്ത് തന്നെ അവര് വീഡിയോ കോള് വിളിച്ച് ആ സമയത്ത് അവര് വീഡിയോ കോള് വിളിച്ച് എന്നെ അവരെ കാണിച്ചു തരാണ്. ഏത് അവരിങ്ങനെ ഇരിക്കുന്നത് കാണിച്ചു തന്നിട്ട് പിന്നെ ഞാൻ സിജോയ്ക്ക് കൊടുത്തതുകൊണ്ട് സിജോയ്ക്ക് ഫോൺ അടിച്ച് ഞാൻ സംസാരിച്ചു സിജോനോട് നേരിട്ട്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള രീതിയിലാണ് സിജോ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. എന്തിന് നമുക്ക് അപ്പൊ വീഡിയോയിൽ നമ്മൾക്ക് ഇനിയൊക്കെ തെളിവുകളൊക്കെ നമ്മളൊക്കെ ഉണ്ട് കൂട്ടുകാരാ. മനസ്സിലായി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ ഓരോന്നും ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ അവരുടെ കുടുംബം കലങ്ങളൊന്നും നമുക്ക് താല്പര്യമില്ല. അത് സ്വാഭാവികം നമ്മൾ പറയണല്ലേ. മനസ്സിലായോ? ഫാമിലി ആയിട്ടിരിക്കുന്ന ആൾക്കാർ അവരുടെ കുടുംബം തരണം നമുക്ക് താല്പര്യമില്ല. അത് ആ രീതിയെ ഞാൻ പ്രസന്റ് ചെയ്തത് അല്ലേ? മനസ്സിലായോ? എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു, സിജോ ഒരു ഇതായിട്ട് എടുക്കല്ലേ, ഒരു വളമായിട്ട് എടുക്കല്ലേ സിജോ. മനസ്സിലായി പറഞ്ഞേ? നമ്മളിപ്പോഴും ഞാൻ പിന്നെ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇവരുടെ പരിപാടിക്ക് എന്നെ ക്ഷണിക്കുന്നില്ല എന്ന് പറഞ്ഞു. നീ കേൾക്കണട്ടോ? അതായത് ഋഷിയുടെ ആഫ്റ്റർ പാർട്ടി മുതൽ ആ പാർട്ടി മുതൽ എല്ലാ പാർട്ടിക്കും എന്നെ വിളിച്ചതാണ്. എല്ലാത്തിനും വിളിച്ചിട്ടും ഞാൻ പോവാതിന് എനിക്ക് തിരക്കണം. ഇപ്പോഴും ഫിലിം ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവരെ പിന്നാലെ സാധനങ്ങൾ എനിക്കില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവര് അത് കഴിഞ്ഞിട്ട് ഋഷിയുടെ കല്യാണത്തിന് തന്നെ ഞാൻ പോയിട്ട് ജസ്റ്റ് വൈകുന്നേരം ഇവരൊക്കെ ചെന്ന് വൈകി ചെല്ലണത്. കാരണം അത്രയും തിരക്കായിരിക്കണം. എനിക്ക് 8 ഫിറ്റ്നസ് സെന്റർ ഉണ്ട്, എനിക്ക് എന്റെ ജിമ്മൊക്കെ ഉണ്ട്. അപ്പൊ അത് ഞാൻ ഇവരോട് ചെന്നിട്ട് അവിടെ ചെന്നു, ഋഷിയുടെ അടുത്ത് ചെന്നു. അപ്പൊ ഞാനിപ്പോ എവിടെ ചെന്നാലും എല്ലാവരും എന്റെ പിന്നാലെ വീഡിയോ ആൾക്കാരും ഒക്കെ എന്റെ പിന്നാലെ വരും. വരുമ്പോ ഇവർക്ക് അതൊരു അസൂയാണ്. മനസ്സിലായോ? എന്താണെന്ന് അറിയില്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ മാക്സിമം അവരെയും കൂടി ചേർത്ത് പിടിക്കുകയാണ് ചെയ്യണത്. ഞാൻ ഇത്രയും നാളായിട്ട് ഒരു സ്റ്റേജിൽ കയറിയിട്ട് എന്റെ കൂടെ മത്സരിച്ചവർക്ക് താങ്ക് യു എന്ന് പറഞ്ഞുള്ളൂ. മീൻസ് അവരില്ലെങ്കിൽ ഞാൻ ഇല്ലാന്ന് പറഞ്ഞുള്ളൂ. അവർ ഇത്രയും നന്നായിട്ട് അവർ കളിച്ചുകൊണ്ടല്ലേ എനിക്ക് കളിക്കാൻ പറ്റിയത്. മനസ്സിലായോ? അപ്പൊ അത് ഞാൻ ഓൺ സ്റ്റേജില് കപ്പ് മേടിച്ച് കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞത് അത് തന്നെയാ അല്ലേ? ആ കപ്പ് മേടിച്ച് ഞാൻ കൈ പിടിച്ചിട്ട് പറഞ്ഞത് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എന്റെ കൂടെ മത്സരിച്ച ആൾക്കാരോടാണ് അല്ലേ? അപ്പൊ അവർക്ക് ഞാൻ പ്രിഫറൻസ് കൊടുത്തത്. കാരണം അപ്പൊ ഞാനൊക്കെ ആ ഗേറ്റ് ഉള്ളിലേക്ക് കയറിയിട്ട് ഇറങ്ങിയപ്പോ ഞാൻ എല്ലാം വിട്ട്. ഇനി എന്ത് ബിഗ് ബോസ്, ഇനി ബിഗ് ബോസ് രീതിയിൽ കളിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ജനിച്ചു പോകാൻ ബിഗ് ബോസ് കളിക്കണം. ആ രീതിക്ക് അറിയാം. പക്ഷെ അത് എനിക്ക് പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫില് ഇതൊക്കെ ഇവരിപ്പോ ഈ കളിക്കാൻ കളിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഒരു 10-15 വർഷം മുമ്പ് കളിച്ച കളിയാ.
മനസ്സിലായോ? അപ്പൊ മറ്റുള്ളവരെ വയ്യാര കരയുക. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലായി ഇതിങ്ങനെ നമ്മൾ ലൈഫിൽ ഇങ്ങനെ ചെയ്തിട്ട് എന്തിനാ മറ്റുള്ളവരോട് കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം. ഞാൻ നിർത്തി. അന്നത്തെ കാലത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട് പലവരെ കുറിച്ചിട്ട്. പക്ഷെ എന്താ കാര്യം, ഇവരിപ്പോഴും ആ കാലഘട്ടത്തിൽ ജീവിക്കണേ. മനസ്സിലായോ? നമുക്കത് സത്യം പറഞ്ഞ താല്പര്യമില്ല. എന്തോരം ചാനലുകാർ എന്നെ വിളിക്കണമെന്നറിയോ? പൈസ ലക്ഷങ്ങൾ ഓഫർ ചെയ്തിട്ട് എന്നെ വിളിക്കണേ ഇതെല്ലാം പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു വേണ്ട. ഞാൻ പറഞ്ഞു എനിക്കെന്നാ പൈസ പോക്കറ്റിൽ വെച്ചിട്ട് ഇരിക്കാമല്ലേ. ഞാൻ പറഞ്ഞു വേണ്ട. ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ വേണ്ട, പൈസ വേണ്ട. എടാ നീ എന്താ ഈ കാണിക്കണ വാടാ, നമുക്കിത് ചെയ്യാം സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട. എന്തിനാ ഞാനിപ്പോ ഇവരെ കുറിച്ച് നല്ലൊരു വീഡിയോ കാര്യം ചെയ്ത് ആർക്കാ റീച്ച് തന്നെ അവർക്ക് തന്നെയാ. അവര് വീണ്ടും അതിനെതിരെ പറയും. അതെ അല്ല ചേട്ടൻ അതിനകത്ത് ഞാനതൊക്കെ ആലോചിക്കണേ. കാരണം ഞാനായിട്ട് അവർക്ക് റീച്ച് ഉണ്ടാക്കി നോക്കണേ. എനിക്കെന്ത് ആവശ്യമുണ്ട്? മനസ്സിലായി? പിന്നെ ഇവര് എന്തൊക്കെ പറഞ്ഞു. ഗൾഫിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോ ഒരു പെണ്ണിനെ ഞാൻ കയറി പിടിച്ചു. എന്ത് തെളിവ്, എവിടെ, എന്ത്? ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കാണ്. മനസ്സിലായി പറഞ്ഞത്? പിന്നെന്തോ എവിടെയാ എന്തൊക്കെ പറയുന്നറിയോ? കാരണം എനിക്കുള്ള വിഷമം നാട്ടുകാർക്ക് എന്തായാലും വിഷമം ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് വിഷമം ഉണ്ടാവില്ല ആർക്കെന്തോ എന്റെ ഫാദറിനും മദറിനും ആൾക്കാർക്കൊക്കെ ഉള്ളൂ. അത് സഹിക്കാനുള്ള കരുത്ത് അവർക്കുണ്ട്. പിന്നെ അമ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. അമ്മ ഇങ്ങനെ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുക മോനെ എന്താ മോനെ ഇങ്ങനെ സീസൺ കാണിക്കാൻ. ഞാൻ അമ്മേനെ ആശ്വസിപ്പിക്കും. അമ്മയ്ക്ക് അത് ലെൻസ് കംപ്ലൈന്റ് ഉള്ളതാണ്. മനസ്സിലായോ? എന്താ പറ്റാൻ സംഭവിക്കണമെന്ന് അറിയില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ സ്ഥിതി തീർന്നു. ഇത്ര വിചാരിച്ചതി. വേറെ ഒന്നും ഞാൻ നിക്കില്ല. അവിടെ വരെ ഞാൻ ചേട്ടനെ പറ്റി കുറെ അതുപോലെ തന്നെ ബിഗ് ബോസിൽ ചേട്ടൻ വന്ന സമയത്ത് 10 ലക്ഷം രൂപ ചേട്ടൻ PR കൊടുത്തിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്ന് കപ്പെടുത്തത്. അതുപോലെ തന്നെ എന്താണ് ചേട്ടൻ ഇങ്ങനെ ഉള്ള ഇഷ്യൂസ് കാരണമാണ് ചേട്ടൻ്റെ മറ്റേ US ആ ഒരു കാമുകി ഇട്ടുണ്ട് പോയത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലത്തെ വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരുന്നു. സായിയുടെ വീഡിയോയിൽ ഇന്നലത്തേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞ സായിയുടെ ആയാലും മറ്റവരുടെ ആയാലും വീഡിയോയില് ഇവര് 10 ലക്ഷം 20 ലക്ഷം രൂപ ഞാൻ മറ്റേ ഇവർക്ക് കൊടുത്തതിന് തെളിവുണ്ടെന്ന് പറഞ്ഞു. ആ തെളിവ് ഇവരൊന്ന് കാണിക്കാൻ പറ. അത് കാണിക്കുന്നില്ല. അതെ സത്യം ഇവരത് കാണിക്കുന്നില്ല. എവിഡൻസ് ഒന്നും കാണിക്കാതെയാണ് ഇവര് സംസാരിക്കുന്നത്. ഇവരെ തെളിവ് കാണിക്കാൻ പറഞ്ഞ അതല്ലേ സാമാന്യം ഇതുള്ളവര്. നിങ്ങളുടെ തെളിവ് കാണിക്കുന്ന ഞാൻ കൊടുത്തത്. ഞാൻ PR ചോദിച്ചു, എടാ നീ എന്തെങ്കിലും പറഞ്ഞോ? ഒന്ന് എന്റെ പൊന്നു ചിന്ത നിനക്ക് എന്ത്? ഞാൻ അവന് സുഹൃത്താണ്. മനസ്സിലായി എനിക്ക്? അവൻ ഞാൻ നല്ല സുഹൃത്താണ്. അപ്പൊ അവൻ എന്നോട് പറയും നിനക്ക് എന്ത് അവര് പറഞ്ഞോട്ടെ. മനസ്സിലായോ? ഇവര് ചുമ്മാ കിടന്ന് ഇങ്ങനെ അടിക്കും. എന്നോട് നീ വിളിച്ചോ, അവർ മുമ്പ് വിളിച്ചിട്ട് എന്നെ വിളിച്ചോളാൻ പറയും. വിളിച്ചോ ഞാൻ പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെ അവരെ തെളിയിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ ചോദിച്ചു നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ നിനക്ക് അതിനുള്ള തെളിവുണ്ടോ? എന്റെ നീക്ക് പൈസ തന്നുണ്ടോ? നീനോട് അങ്ങനെ പറയാൻ അവൻ എന്നോട് ചൂടാവാ. മനസ്സിലായോ? അവരങ്ങനെ പറഞ്ഞ. അപ്പൊ ഈ സായി എന്നെ അന്ന് വീഡിയോ ചെയ്തപ്പോ അവൻ തന്നെ ഈ വിനു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ സായിനെ കുറിച്ച് നീ അങ്ങനെ പറഞ്ഞപ്പോ അവന് വിഷമമായി. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വെറുതെയാണോ? അതായത് അവൻ ഞാൻ എന്റെ അത് കാര്യം പറയുന്ന നിങ്ങൾ ആലോചിക്കുക. ഇത് അതിന്റെ ഉള്ളില് നിങ്ങൾ ചിന്തിച്ചു നോക്കി. സായിയുടെ കാര്യം ഞാൻ പറഞ്ഞത് എന്തിനു സത്യസന്ധ ക്ലിയർ ആയിട്ടുള്ള സാധനം തെളിവെന്ന്. അതായത് ആര് തെളിവ് ചിന്തിക്കണ്ട. അവൻ സായി അവിടേക്ക് കയറുന്ന ആൾക്കാരുടെ ചിന്ത എന്താ? പൊളിക്കും അല്ലേ? അതെ സത്യം നമ്മള് സീക്രട്ട് ഏജന്റ് പൊളിക്കുന്നില്ലേ? അതെ സത്യമായിട്ട് 100%. 2 ദിവസം കയറി കഴിഞ്ഞപ്പോ അവൻ എന്ത് സംഭവിച്ചു? ആകെ മൊത്തം വീക്കായി പോയി. അവൻ മറ്റേ ജാസ്മിൻ കൂടി സെറ്റിമേൽ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല മര്യാദക്ക് പണി കുറെ ചീത്ത വെച്ചിട്ട് അവൻ എതിര് പറയാന്നേ. മനസ്സിലായി അവന്റെ പണി തീർക്കാന്നുള്ളത്. അതെ നമ്മള് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞൊരു പേരില് നമ്മള് സായി ചേട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നപ്പോ കണ്ടത് അവന്റെ വൈഫ് അവിടെ വന്നിട്ട് അവനെ വിളിച്ചത് വാഴാന്നാ. ശരിയാ അല്ലേ? ശരിയല്ലേ? നമ്മൾ കേട്ടല്ലേ? അതായത് അവന്റെ വൈഫിനോട് അവൻ ചോദിക്കുക ഇവിടെ ആരോ നന്നായിട്ട് കളിക്കണേ ജിൻഡോ തീർന്ന്. അതായത് അവൻ ചോദിച്ചിട്ട് അവള് പറഞ്ഞിട്ടുണ്ട് ജിൻഡോ. അപ്പൊ അവന് ഭയങ്കര ഇതായി. അവൻ പിന്നെ പറ്റി എന്താ കാര്യമൊക്കെ പറയുന്നത് അവൻ അതും കയറി പിടിച്ച്. മനസ്സിലായോ? പിന്നെ കണ്ടില്ലുള്ളത്. അതെ സീസൺ 6 കേസ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ചേട്ടന് വിജയിക്കാനായിട്ട് യോഗ്യതയില്ലെന്ന് പറഞ്ഞ് പല വീഡിയോസും ഞാൻ കണ്ടു. ഈ പറഞ്ഞ സിജോ ചേട്ടനായാലും സായി ചേട്ടനായാലും. പക്ഷെ സീസൺ 6 ഗെയിം കളിച്ചിട്ടുള്ള ചേട്ടൻ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്തതിന്റെ കാരണം അതെ ജാസ്മിൻ ചേച്ചിയും ചേട്ടനും മാത്രമുള്ള ആകെ അവിടെ ഗെയിം എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്.
സത്യം എന്റെ അഭിപ്രായത്തില് ജാസ്മിൻ സെക്കൻഡ് വേണ്ടതാ. എന്നിട്ട് സീതു ഔട്ടായാലും സീതുവിന്റെ ഔട്ടൊക്കെ മറ്റേ അർജുൻ സെക്കൻഡ് വന്നു. സത്യല്ലേ ഞാൻ പറഞ്ഞത്? അതെ അതെ, എന്റെ ഒപ്പീനിയൻ വെച്ച് ചേട്ടനും പുള്ളിക്കാരത്തി മാത്രമാണ് ആകെ ഗെയിം അടിപൊളിയായിട്ട് ബിഗ് ബോസ് ആ ഒരു ബിഗ് ബോസ് ഓടിയത് നിങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇവര് ചിന്തിച്ചെന്നറിയോ, ഞാൻ ഒരു 10 ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞാൻ വിചാരിച്ചു ഞാൻ മണ്ടനാണ് പൊട്ടനാണെന്ന് വിചാരിച്ച. ഞാൻ അനങ്ങാണ്ട് ഇരുന്നത് എനിക്ക് ഇവരെന്തോ എവിടെ കയറി പറയണമല്ലോ. ഇപ്പൊ ഈ സിജോം റോക്കി തമ്മിൽ അടി ഉണ്ടാക്കിയില്ലേ? അടി ഉണ്ടാക്കി എന്റെ തന്ത്രമാണത്. ഞാൻ തന്ത്രം തന്നെയാണ്, എന്റെ കഴിവ്. അതെങ്ങനെ? അതൊക്കെ ഇതൊക്കെ എന്തൊക്കെ സിജോ റോക്കി കൂടി ഈ സമയത്ത് ഞാൻ ആരാ? ഞാൻ ക്യാപ്റ്റനാ. അതെ അതെ, ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് അല്ലേ? ഞാൻ ക്യാപ്റ്റനാ. അവന്റെ റോക്കിയുടെ ഈഗോനെ കയറി പിടിക്കാനും ഇവന്റെ ഈഗോനെ കയറി പിടിക്കാനും എനിക്കറിയാം. അതെന്റെ കഴിവ്. അതിനകത്ത് ഇവര് തമ്മിൽ അടിക്കുക, ഇവര് തമ്മിൽ അടി ഉണ്ടാക്കണം എന്നുള്ളത് എന്റെ ആവശ്യമായിരുന്നു. അങ്ങനെ അവരടി ഉണ്ടാക്കി. ആൾക്കാരെ അറിയുന്നുണ്ടോ? ഞാനാണ് അതിന് എരിക്കടി കൊടുത്തത്. ഇത് അറിഞ്ഞോ? നിന്നോട് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്. അതെ അതെ, എന്നോട് ആദ്യമായിട്ട് പറയണേ. നല്ല ഞാൻ വിചാരിച്ച സിജോ എന്ന് റോക്കിനെ അടിക്കുന്ന വെച്ചേ, നടന്നില്ല. അത് ഞാൻ രണ്ടുപേരും പുറത്തായി. അത് കഴിഞ്ഞിട്ട് സിജോ പുറത്തു പോയിട്ട് കളിയൊക്കെ കണ്ടു വന്ന് ഭയങ്കര കാട്ടുതീയായിട്ട് തിരിച്ചു വന്നല്ലോ. മനസ്സിലായോ? കാട്ടുതീയായിട്ട് തിരിച്ചു വന്നപ്പോ ഞാൻ ഇന്നലെ ലാലണ്ടോ വിളിച്ച് പറഞ്ഞേ, എനിക്ക് അവനെ കാട്ടുതീയായിട്ടൊന്നും തോന്നണമെന്നില്ല. എനിക്ക് ഞാൻ എന്റെ ഒറിജിനൽ തീപിടിയുടെ ഫീൽ ചെയ്യലാന്ന് പറഞ്ഞു. മനസ്സിലായി? ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞ ആളല്ലേ. അത് കഴിഞ്ഞിട്ട് സിജോ എന്നോട് എന്താ പറഞ്ഞത്? അത് നമുക്ക് തമ്മിൽ ഇനി അടിക്കണ്ട, നമുക്ക് ഒന്നാവാം. ഈ സായിയും പറഞ്ഞ എന്താ, നമുക്ക് 84 ദിവസത്തേക്ക് നമുക്ക് ഒന്നും ചെയ്യണ്ട, നമ്മളൊന്നും ചെയ്യണ്ട, നമ്മളെ അടിക്കണ്ട, നമുക്ക് ഒന്നിച്ച് എന്നോട് പറഞ്ഞാലേ. അതെ അതെ, പേടിക്കൂടുന്ന മുട്ടായി വരയ്ക്കും ഇവരൊക്കെ.